ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് എന്തിനാണ് ഇൻഡെക്സ് പ്ലസ് മാക്സ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചൊരു ഡൗട്ടാണ്, ഈ വി ലുക്കപ്പ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് നമ്മൾ അഡീഷനായിട്ട് അതിൽ ഇൻഡെക്സ് മാച്ച് യൂസ് ചെയ്യുന്നത്? വി ലുക്കപ്പ് അല്ലേ ഒന്നുകൂടി എളുപ്പം, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ അത് ചെയ്യാവുന്നതാണല്ലോ, എന്തിനാണ് വെറുതെ നമ്മൾ അതിലേക്ക് മാച്ച് ഇൻഡെക്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്? മാച്ച് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്, വി ലുക്കപ്പ് പോരെ എന്നുള്ള പല ഡൗട്ടുകളൊക്കെ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വി ലുക്കപ്പ് എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. വി ലുക്കപ്പ് യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഫസ്റ്റ് കോളത്തിലുള്ള, അതായത് ഈ ഭാഗത്തുള്ള കോളത്തിലുള്ള ഡാറ്റാസ് നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഇവിടെ ഒരു കോളർ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് ഈ എംപ്ലോയി ഐ ഡി എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് വരുമ്പോൾ, ഒരു ടേബിളിൻ്റെ ഫസ്റ്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക, വി ലുക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഈ എംപ്ലോയി ഐ ഡി എന്നുള്ളത് ഇതിൻ്റെ ഫസ്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ വി ലുക്കപ്പ് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഇത് സെലക്ട് ചെയ്തു, ടേബിൾ ഓഫ് അറേ എന്നുള്ളടത്ത് നമ്മൾ ഈ കൊടുത്ത ഈ ടേബിൾ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ളടത്ത് നമുക്ക് സാലറിയാണ് വരേണ്ടത്, അപ്പോൾ 3 എന്ന് ചേർത്തു. എക്സ്ട്രാക്ട് മാച്ച് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ് നമുക്കിവിടെ വി ലുക്കപ്പാണ് നല്ലത്. പക്ഷേ ഈ ടേബിളിൽ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത ടേബിളിൽ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. ഇതിൽ എംപ്ലോയി ഐ ഡി എവിടെയാണ് നിൽക്കണേ നോക്കൂ, ഇതിൻ്റെ ഏറ്റവും അവസാനത്താണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വി ലുക്കപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എംപ്ലോയി ഐ ഡി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഈ കോളത്തിൻ്റെ ലാസ്റ്റാണ്. വി ലുക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന ഭാഗം ഫസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് നോക്കൂ, ഇത് ലാസ്റ്റാണ്. അപ്പോൾ ഇത്ര സാഹചര്യത്തിലാണ് നമ്മൾ ഇൻഡെക്സ് മാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് മാച്ച് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാച്ച് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അറേ എന്നുള്ള കൊടുത്ത്, അതായത് ഈ സാലറി എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ സാലറി എന്നുള്ള ഭാഗം അറേ എന്നുള്ള ഭാഗത്തേക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം റോ നമ്പർ അത് നമ്മൾ മാച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മാച്ച് എന്ന് ചേർത്ത് കൊടുത്തു. ഏത് മാച്ച്, ഇതിന് നേരെയുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ലുക്കപ്പ് അറേ ഏതെന്നാണ് നമുക്കത് നോക്കേണ്ടത്, അതാണ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഭാഗവും നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മാച്ച് ടൈപ്പ് എന്നുള്ളത് 0, എക്സ്ട്രാക്ട് മാച്ച് കൊടുക്കുന്നുണ്ട്, 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. ഓക്കെ, സം മിസ്റ്റേക്ക്, സാലറി ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഈക്വൽ ടു ഇടുക, എന്നിട്ട് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അറേ എന്നുള്ളടത്ത് നമുക്ക് ഈ വാല്യൂ, നേരത്തെ ഞാൻ സാലറി കൂടി സെലക്ട് ചെയ്തത് വേണ്ട, ഈ വാല്യൂ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ വന്ന് മാച്ച് എന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ വന്ന് മാച്ച് സെലക്ട് ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു, അതായത് നമുക്ക് എംപ്ലോയി ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തു. ലുക്കപ്പ് അറേ എന്നുള്ളടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എംപ്ലോയി ഐ ഡി ഈ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്, F4 അമർത്തി ലോക്ക് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാക്ട് മാച്ച് വരാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, 0 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, 2 ബ്രാക്കറ്റ്, ഒന്ന് ഇൻഡെക്സിൻ്റെയും ഒന്ന് മാച്ചിൻ്റെയും ആണ്. എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നോക്കൂ, ഇതിന് നേരെയുള്ള വാല്യൂ നമുക്കിവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കറക്റ്റ് ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നോക്കിയത് എന്താണ് വി ലുക്കപ്പും അതേപോലെ തന്നെ ഇൻഡെക്സ് മാച്ചും എന്താണ് ഡിഫറൻ്റ് എന്നും അത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചെയ്ത വർക്ക് ബുക്കിൻ്റെ ഫയൽ ഞാൻ ഇതിൻ്റെ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ചേർത്ത് കൊടുക്കുന്നതാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്ന വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെടുത്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.